ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് കർക്കിടക മാസം രാമകഥാദിനം 6. ഇന്നത്തെ വിഷയം പരശുരാമ സന്ദർശനം, ശ്രീരാമന്റെ പരാക്രമം, അയോധ്യയിലേക്കുള്ള മടക്കം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ സീതാ സ്വയംവരവും ശിവധനുഭംഗവും ശ്രീരാമ സീതാ വിവാഹവും നാം കേട്ടു. ഇന്ന് വിവാഹശേഷം നടന്ന അത്യന്തം പ്രധാനപ്പെട്ട സംഭവമാണ്. വിവാഹം കഴിഞ്ഞ് ദശരഥ മഹാരാജാവും 4 രാജകുമാരന്മാരും അവരുടെ പത്നിമാരും അയോധ്യയിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിലുടനീളം ജനങ്ങൾ ജയ് ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. മംഗളാശംസകൾ നേർന്നുകൊണ്ടിരുന്നു കുമാരന്മാർക്ക്. അപ്പോൾ പെട്ടെന്ന് പ്രകൃതി മാറി ശക്തമായ കാറ്റ് വീശി, ആകാശം ഇരുണ്ടു. എല്ലാവരും ആശങ്കയിലായി. ആ സമയത്ത് മഹാ തേജസ്സോടെ ഒരു മഹർഷി പ്രത്യക്ഷനായി. അത് പരശുരാമനായിരുന്നു. വിഷ്ണുവിൻ്റെ അവതാരവും ഭൃഗുവംശജനുമായ മഹാതപസ്വി. ശിവധനുസ് ഒടിഞ്ഞ വിവരം കേട്ടാണ് അദ്ദേഹം വന്നത്. പരശുരാമൻ ശ്രീരാമനോട് ചോദിച്ചു, നീ ശിവധനുസ് ഒടിച്ചുവെന്ന് കേട്ടു. എന്നാൽ എൻ്റെ കയ്യിലുള്ള ഈ വിഷ്ണുധനുസിൽ ചരട് കെട്ടി അമ്പെയ്യാൻ കഴിയുമെങ്കിൽ നിന്റെ വീര്യം ഞാൻ അംഗീകരിക്കാം. ദശരഥ മഹാരാജാവ് ഭയന്നു. എന്നാൽ ശ്രീരാമൻ ശാന്തനായിരുന്നു. വളരെ വിനയത്തോടെ പരശുരാമനിൽ നിന്ന് വിഷ്ണുധനുസ് ഏറ്റുവാങ്ങി. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം വില്ലിൽ ചരട് കെട്ടി അമ്പ് സജ്ജമാക്കി. പിന്നീട് പരശുരാമനോട് ആദരവോട് ചോദിച്ചു, ഈ അമ്പ് വെറുതെ പോയില്ല. അങ്ങയുടെ തപസ്സിലൂടെ നേടിയ പുണ്യലോകങ്ങളെയാണോ അതോ ഭൂമിയിലൂടെയുള്ള സഞ്ചാര ശക്തിയെയാണോ ഞാൻ ഇതിലൂടെ ഇല്ലാതാക്കേണ്ടത്? ഈ വാക്കുകൾ കേട്ടപ്പോൾ പരശുരാമന് മനസ്സിലായി, ഇവൻ സാധാരണ രാജകുമാരനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം പൂർണ്ണമായും അകന്നു. പരശുരാമൻ ശ്രീരാമനെ പ്രണാമം ചെയ്തു പറഞ്ഞു, പ്രഭോ, അങ്ങാണ് പരമാത്മാവ്. എൻ്റെ ദൗത്യം പൂർത്തിയായി. ഇനി ലോക സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം അങ്ങേക്കാണ്. അങ്ങനെ പറഞ്ഞ് പരശുരാമൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സിനായി മടങ്ങി. തുടർന്ന് ശ്രീരാമനും സീതാദേവിയും കുടുംബാംഗങ്ങളുമൊത്ത് അയോധ്യയിലെത്തി. നഗരം മുഴുവൻ ആഘോഷത്തിലായി. ജനങ്ങൾ പുഷ്പങ്ങൾ വിതറി അവരെ സ്വീകരിച്ചു. ദശരഥ മഹാരാജാവിൻ്റെ മനസ്സ് നിറഞ്ഞു. തൻ്റെ പുത്രൻ ശക്തിയിലും വിനയത്തിലും ധർമ്മത്തിലും അപരനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ശ്രീരാമനും സീതയും അയോധ്യയിൽ മാതാപിതാക്കളെ സേവിച്ചും ജനങ്ങളെ സ്നേഹിച്ചും ധർമ്മമാർഗത്തിൽ ജീവിച്ചു. അവരുടെ ജീവിതം എല്ലാവർക്കും മാതൃകയായി. ഇന്നത്തെ സന്ദേശം ഈ സംഭവത്തിൽ നിന്ന് നാം പഠിക്കുന്നത് യഥാർത്ഥ മഹത്വം വിനയത്തിലാണെന്നതാണ്. ശ്രീരാമന് തൻ്റെ ശക്തി തെളിയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എങ്കിലും ധർമ്മത്തിനായി ആവശ്യമായപ്പോൾ അദ്ദേഹം തൻ്റെ പരാക്രമം പ്രകടിപ്പിച്ചു. വിജയിച്ച ശേഷവും അദ്ദേഹം അഹങ്കരിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും കഴിവുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അവ വിനയത്തോടെയും ദൈവഭക്തിയോടെയും ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ മഹത്വം ലഭിക്കുന്നത്. ഹേ സീതാരാമ, വിജയത്തിൽ അഹങ്കരിക്കാതെയും പരാജയത്തിൽ തളരാതെയും എപ്പോഴും വിനയത്തോടും ധർമ്മത്തോടും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ ശ്രീരാമൻ്റെ പട്ടാഭിഷേക ഒരുക്കങ്ങൾ, മന്ത്രയുടെ കുതന്ത്രം, കൈകേയിയുടെ മനപരിവർത്തനത്തിൻ്റെ തുടക്കം, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.